അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. MSMൻ്റെ ഈ പ്രോഫ്കോൺ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള പ്രസിഡന്റ് സലാഹ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഞാനിവിടെ വന്നപ്പോഴാണ് ഒരു 20 പേജിൻ്റെ ഒരു ബുക്ക്ലെറ്റാണ് തന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ പ്രോഫ്കോണിൽ എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ബുക്ക്ലെറ്റ്. ഇത് ഓരോ പേജും വായിച്ച് ഞാൻ തീർന്നിട്ടില്ല, 10 മിനിറ്റ് അടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ അത്തരത്തിലുള്ള ടോപ്പിക്കുകളാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇതിൻ്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ വന്ന് നിങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് 2 ഇഫക്റ്റാണ് ഉണ്ടാവുന്നത്. ഒന്ന്, ഈ പറയുന്ന സംസാരങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. ഒരുപാട് വിഷയങ്ങളിലുള്ള ടോപ്പിക്കുകളാണ് നിങ്ങൾ ചർച്ച ചെയ്തത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ഓവർഡോസ് ആയിട്ട് കുറേ പേർക്ക് ചിലപ്പോൾ ബോറടിച്ചിരിക്കാം. ഇത് രണ്ടും സംഭവിക്കാം. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും നിങ്ങളുടെ ഈ പ്രായം കഴിഞ്ഞു വന്ന ആളുകളാണ്. നിങ്ങളെല്ലാവരും പ്രൊഫഷണൽ കോളേജുകളിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. പക്ഷേ ഈ 2-3 ദിവസം ഇതേപോലെ തന്നെ അച്ചടക്കത്തോടു കൂടി ഇവിടെ വന്നിരുന്ന് ഈ തരത്തിലുള്ള പ്രഭാഷണങ്ങളെല്ലാം കേൾക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിൽ നിങ്ങളെ അഭിനന്ദിക്കേണ്ടതാണ്. അത് സംഘടിപ്പിക്കുന്ന MSMനെ അതിനേക്കാളും വലിയ രീതിയിൽ അഭിനന്ദിക്കേണ്ടത്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു അവസരം എന്ന് പറയുന്നത് എല്ലാ സംഘടനകൾക്കൊന്നും കിട്ടുകയില്ല. ഓരോ സംഘടനകളും അവരുടെ കായിക ബലം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള, സത്യം പറഞ്ഞാൽ ചില ടോപ്പിക്കുകളിലൊക്കെ ഞാൻ വിചാരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് നമുക്ക് വിവരം കിട്ടുന്ന രീതിയിലുള്ള ടോപ്പിക്കുകൾ. എന്തായാലും വലിയ നല്ല രീതിയിൽ ഇപ്പോൾ ഈ രാവിലെ 9 മണിക്ക് ഞാനിവിടെ വരുമ്പോൾ ഇത്രമാത്രം ഒരു പാർട്ടിസിപ്പേഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ മനസ്സിൽ ഇവിടെയുണ്ട്, മുകളിലുണ്ട്, എല്ലായിടത്തും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു ഓഡിറ്റോറിയം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകമായിട്ടുള്ള ടോപ്പിക്കൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കൺക്ലൂഡിങ് സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ സൗകര്യാർത്ഥം തന്നെ ഞാൻ നേരത്തെ വരുമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ ഒരു നിയമ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ, ഒരു വക്കീലായി കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ വിദ്യാർത്ഥിയായിട്ടിരിക്കണം എന്നുള്ള ഒരു വിശ്വാസിയാണ് ഞാൻ. അതേപോലെ തന്നെ ഏത് പ്രൊഫഷനിലും, ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ പോലും മെഡിസിൻ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുക്ക് തുറക്കാത്ത ഡോക്ടർമാരാണെങ്കിൽ ആ ഡോക്ടർമാർക്ക് വലിയ വിജയം ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കേണ്ട പ്രൊഫഷണലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നിയമ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഇന്നത്തെ ഒരു നിയമ സാഹചര്യങ്ങളും കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് നമുക്കറിയാവുന്ന ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി ഡൽഹിയിൽ നടത്തുന്ന ഓരോ ഇന്റർവെൻഷൻസിനും അത് ഏത് രീതിയിലാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളതെല്ലാം ചെറിയ രീതിയിൽ ഞാൻ ഇവിടെ പ്രതിപാദിക്കാം. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ സമുദായത്തിൻ്റെ ഐക്യമാണ്. സമുദായവും സമുദായ സംഘടനകളുടെയും ഐക്യമാണ്
ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ഊന്നി പറയാനുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള ഐഡിയോളജികൾ, വ്യത്യസ്തമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ വിശ്വാസങ്ങൾ എല്ലാം ഉണ്ടാവുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. കാരണം ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലത്തെ ഉള്ള വിശ്വാസങ്ങളിലൊന്നും നമുക്ക് വേണമെന്ന് നമുക്ക് വാശിപിടിക്കാൻ പറ്റില്ല. എല്ലാവരും വ്യത്യസ്തരായിരിക്കും. ആ വ്യത്യസ്തതയിലും കഴിഞ്ഞ 2 മാസം മുമ്പ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഏതൊരു പരിപാടിയിൽ പറഞ്ഞതുപോലെ നമുക്ക് തമ്മിൽ അകലാൻ വേണ്ടിയിട്ട് 100 കാരണങ്ങളുണ്ടാവും, പക്ഷെ ഒരുമിക്കാൻ വേണ്ടി ഒരു കാരണം മതി. ആ ഒരു കാരണം ഉള്ള ഒരു സമയമാണിപ്പോ. ആ ഒരുമിക്കേണ്ട ഒരു കാരണം ഉള്ള ഒരു സമയമാണിപ്പോ. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഡൽഹിയിൽ പാർലമെന്റിന്റെ അടുത്തൊരു പള്ളിയുണ്ട്, പാർലമെന്റ് മസ്ജിദ് എന്ന് പറയും. മലയാളികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമസ്കരിക്കാൻ പോകാറ്, ജുമാക്കൊക്കെ പോകാറ്. കാരണം അത് സെൻട്രൽ ഡൽഹിയിൽ തന്നെയാണ്. ഈ പാർലമെന്റ് മസ്ജിദിലെ ഇമാമുണ്ട്, മൊഹിബുള്ള നദ്വി എന്ന് പറയാം. കുറെ നാളുകളായിട്ടുള്ള ഇമാമാണ്, ചെറുപ്പക്കാരനാണ്, 40-45 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നതിന് ഒരു 2-3 മാസം മുമ്പ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അഖിലേഷ് യാദവ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോയി കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ലോക്സഭയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടോ? നല്ല നല്ല വ്യക്തിത്വങ്ങളെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം എൻ്റെ അടുത്ത് ഇത് വന്ന് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചേ ഇല്ല. കാരണം വെച്ചാൽ ഒന്നാമത് ഉത്തരേന്ത്യക്കാർ ഒരുപാട് ഇതുപോലത്തെ ഗുണ്ടുകളടിക്കും, അതാണ് ഞാനത് വിശ്വസിച്ചേ ഇല്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടി ഞാൻ ലക്നൌവിൽ പോയി, അഖിലേഷ് യാദവ് പിന്നെയും എൻ്റെ അടുത്ത് പറഞ്ഞു ഏത് സീറ്റാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇദ്ദേഹം അവിടുത്തെ ഇമാമായിട്ട് കഴിഞ്ഞ 10-12 കൊല്ലമായിട്ടുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം പഠിച്ച ആ സ്ഥാപനത്തിൽ നിന്ന് നേരിട്ട് വേറെ എവിടെയോ പോയിട്ട് അദ്ദേഹം ജോലി ചെയ്തു എന്നല്ലാതെ രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാള്. അപ്പൊ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യം കാണുമ്പോഴും, ഓരോ ജുമാക്ക് ശേഷം കാണുമ്പോഴും അദ്ദേഹം പറയും, ഇൻഷാ അല്ലാഹ് എനിക്ക് ഇപ്രാവശ്യം സീറ്റ് കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇപ്പൊ സമ്പലിലുള്ള സീറ്റാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം സമ്പലിൽ ഒരു ഷഫീഖ് റഹ്മാൻ ബർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു MP ആയിരുന്നു. അദ്ദേഹം 95 വയസ്സായിട്ടുള്ള ഒരു MP ആയിരുന്നു. അദ്ദേഹം എപ്പോഴും ആ പള്ളിയിൽ വരുന്ന ഒരു MP ആയിരുന്നു. അപ്പൊ ഷഫീഖ് റഹ്മാൻ ബർക്ക് ഈ തെരഞ്ഞെടുപ്പിന് ഒരു 3 മാസം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. 95 വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. 95-ാമത്തെ വയസ്സിലും അദ്ദേഹം അവിടുത്തെ MP ആയിരുന്നു, സമ്പലില്. അപ്പൊ സമ്പൽ സീറ്റാണ് ഇദ്ദേഹം നോട്ടമിടുന്നത് എനിക്ക് മനസ്സിലായി. അങ്ങനെ സമ്പലിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോ ഈ ഷഫീഖ് റഹ്മാൻ ബർക്കിന്റെ പേരക്കുട്ടിയായിട്ടുള്ള സിയാഉർ റഹ്മാൻ ബർക്കിനെയാണ് സമാജ്വാദി പാർട്ടി പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന് സീറ്റില്ലാന്ന് മനസ്സിലായി. പക്ഷേ രാംപൂരിൽ ആരും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാംപൂരിലേക്കായിരിക്കും എന്നെ പരിഗണിക്കണമെന്ന് പറഞ്ഞു. അങ്ങപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നില്ല. രാംപൂരിൽ അസം ഖാൻ എന്ന് പറയുന്ന അവിടുത്തെ വലിയൊരു നേതാവാണ്. അദ്ദേഹം ഇപ്പൊ ജയിലിലാണെങ്കിൽ പോലും അദ്ദേഹമാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതെന്നാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഇരിക്കാലെ ഒരു ദിവസം, ഒരു നോമ്പിന്റെ റമദാന്റെ ദിവസം രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റപ്പോൾ ഇദ്ദേഹത്തിന്റെ മെസ്സേജ് കണ്ടു, ഒരു വോയിസ് മെസ്സേജ് കണ്ടു. രാത്രി 1 മണിക്ക് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് രാംപൂരിലേക്ക് എത്താൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ പോവുകയാണ്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഇത് അദ്ദേഹം പിന്നെയും കൊണ്ടുപൊട്ടിക്കുക. അദ്ദേഹം എൻ്റെ അടുത്ത് പറയണതിന് പിറകിൽ ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് ഡൽഹിയിലെ പാർലമെന്റ് ജുമാ മസ്ജിദിന്റെ പുനരുദ്ധാരണ പണികളെല്ലാം നിർവഹിച്ചത് യൂസഫ് അലി സാഹിബാണ്. അതിനുശേഷം അതിന്റെ പരിപാലനത്തിന്റെ ഒരു ഭാഗം ഞങ്ങൾ എല്ലാവരുമാണ്. അപ്പൊ ഇദ്ദേഹം വിചാരിക്കുന്നത് ഞാനും യൂസഫ് അലി സാഹിബൊക്കെ ആയിട്ട് വലിയ ബന്ധമാണ് എന്നുള്ള ഒരു ധാരണയാണ് അദ്ദേഹത്തിന്. അപ്പൊ യൂസഫ് അലി സാഹിബിനെ കൊണ്ടൊന്ന് വിളിപ്പിച്ച് അഖിലേഷ് യാദവിന്റെ അടുത്ത് പറയിപ്പിക്കണം. അതായത് ഈ ഇമാമിനെ എനിക്ക് അറിയാവുന്നതാണ്, നല്ല ആളാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, എനിക്ക് അദ്ദേഹമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനത് നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ പേരൊന്നുമില്ല. പിറ്റേ ദിവസം സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ 3 പേര് സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി രാംപൂരിൽ നാമനിർദ്ദേശ പത്രിക നൽകിയെന്ന് കണ്ടു. അതിനകത്ത് ഒരാള് ഈ മൊഹിബുള്ള നദ്വിയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ നാമനിർദ്ദേശക പത്രിക പിൻവലിക്കുന്ന സമയമായപ്പോൾ മറ്റ് 2 പേരും പിൻവലിച്ചു. ഇദ്ദേഹം മാത്രമായി സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി. അപ്പൊ പറഞ്ഞു വന്ന് അത് അദ്ദേഹം സമാജ്വാദി പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന്റെ രാംപൂരിലെ സ്ഥാനാർത്ഥിയായി മാറി, പാർലമെന്റ് മസ്ജിദിലെ ഇമാമായ മൊഹിബുള്ള നദ്വി.
അപ്പൊ മുഹിബുള്ള നദ്വി സ്ഥാനാർത്ഥിയായപ്പോൾ അവിടുത്തെ മലയാളികളായിട്ട് നമുക്കൊക്കെ ഒരു ആവേശമായി. കാരണം വെച്ചാൽ അദ്ദേഹവുമായിട്ട് നമുക്കെല്ലാം ബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മലയാളികൾ ആ പള്ളിയിൽ പോകാറുള്ളതാണ്. അപ്പൊ ഡൽഹിയിലെ മാധ്യമത്തിന്റെ ബ്യൂറോ ചീഫ് ഹസനുൽ ബന്ന നമ്മളെ അടുത്ത് പറഞ്ഞു, എന്തായാലും രാംപൂർ എന്ന് പറയുന്ന ഇവിടുന്ന് 5-6 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ, നമുക്കൊന്ന് പോയി അദ്ദേഹത്തിന്റെ പ്രചരണം എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് കവർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് KMCCയുടെ കുറച്ച് ആളുകളായിട്ട് ബന്ന പോയി. ബന്ന തിരിച്ചു വന്നിട്ട് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് മാധ്യമത്തിൽ ഫയൽ ചെയ്തത്. കാരണം അദ്ദേഹം നോക്കിയപ്പോൾ ഒരു കാളവണ്ടിയിൽ ഈ പറയുന്ന ഇമാമും വേറെ 2 ആൾക്കാരും മാത്രമേ ഉള്ളൂ, കൂടെ ഒരു 3-4 പേരുണ്ട്. അല്ലാതെ ഇവിടെ കാണുന്ന പോലത്തെ ഒരു ബഹളങ്ങളൊന്നുമില്ല. അപ്പൊ ഇമാമിന് വലിയ സാധ്യതയൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് ബന്ന ഫയൽ ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോ ഈ റാംപൂർ സീറ്റിൽ നിന്ന് ഈ മൊഹിബുള്ള നദ്വി ഏകദേശം 80,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നുള്ളതാണ്. അത് 80,000 വോട്ടിന് ഇദ്ദേഹം വിജയിച്ചു എന്നുള്ളതെന്ന് പറയുന്ന ഒരു സന്ദേശമാണ്. അത് നമ്മൾ ഇപ്പൊ കണ്ടതുപോലെ ഉത്തർപ്രദേശിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിൽ ഇന്ത്യ സഖ്യത്തിന് 10-40 സീറ്റ് 44ഓളം സീറ്റുകൾ അവിടെ കിട്ടി എന്ന് പറയുന്നത്. അത് ഒന്നുമില്ലാതെ 44 സീറ്റ് കിട്ടി എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് പോലത്തെ സ്ഥലത്ത്, പ്രത്യേകിച്ചും അയോധ്യ പോലത്തെ സംഭവവികാസങ്ങൾ നടന്ന സ്ഥലത്ത് അത്രയും സീറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്ദേശമായിരുന്നു. ആ സന്ദേശം എന്താണ്? ആ സന്ദേശം ഇതാണ്, അതായത് അവിടുത്തെ പ്രാദേശിക മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാരെല്ലാവരും ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരായിട്ട് പോയിട്ട് വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം അവർ പറഞ്ഞു. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഓരോ മണ്ഡലത്തിലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥി മാത്രമേ പാടുള്ളൂ. 4 സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോഴാണല്ലോ 4 പേര് 4 രീതിയിൽ വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ഈ സമുദായത്തിന്റെ വോട്ടെല്ലാം ഒരു സ്ഥാനാർത്ഥിക്കാണ് ആകും എന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് തരാം. ആ ഉറപ്പിന്മേൽ ഒരു സ്ഥാനാർത്ഥിയെ മാത്രം നിർത്തി ആ സ്ഥാനാർത്ഥിക്ക് മാത്രമായിട്ട് സമുദായം വോട്ട് ചെയ്തതിന്റെ ഒരു വലിയൊരു റിസൾട്ടാണ് മൊഹിബുള്ള നദ്വിയും ബാക്കിയുള്ള ഈ 40 ചില്ലാൻ ആളുകളും. ഞാൻ പറഞ്ഞു വരുന്നത് ഐക്യത്തിന്റെ കാര്യമാണ്. ഏറ്റവും വലിയ ആവശ്യമുള്ളൊരു സമയമാണ് ഈ സമയം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്തൊരു സംശയവുമില്ല. ഞാനിപ്പോൾ എൻ്റെ വായിട്ടടിക്കാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡൽഹിയിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്, അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെക്കാളൊക്കെ ഇരട്ടി അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. കാരണം ഡൽഹിയിലത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ പാർലമെന്റിൽ ഇപ്പോൾ ഒരു പ്രത്യേക സെഷൻ നടക്കുന്നുണ്ട്. അത് ഭരണഘടനയുടെ 75 വർഷത്തെ വർക്കിംഗ് എങ്ങനെയാണ് കഴിഞ്ഞ 75 വർഷമായിട്ട് ഭരണഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സെഷനിൽ വരുന്നത്. നമ്മൾ ഇന്ന് പത്രത്തിൽ കണ്ട് ഇന്നലെ പ്രധാനമന്ത്രി ലോക്സഭയിൽ ചർച്ചയ്ക്ക് മറുപടി കൊടുത്തു എന്നുള്ളതൊക്കെ. 1948 ഈ ഭരണഘടനാ നിർമ്മാണ സമിതി കൂടുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു ഫൗണ്ടർ എന്ന് പറയാവുന്ന ഖായിദെ മുല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്, ദി ഓണറബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയും, അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഒരു അംഗം എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്, ഈ സമുദായത്തിന് അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം നിലനിർത്തുക എന്നുള്ളതാണ് എൻ്റെ മുദ്രാവാക്യം എന്നുള്ളത്. ഈ ഭരണഘടന ഉണ്ടാക്കുന്ന ആ ഒരു സമിതിയിൽ ഇദ്ദേഹം ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒരുപാട് ഉണ്ടാവുമല്ലോ. ഇദ്ദേഹം ആദ്യം ചെയ്തത് എന്താണ്? വലിയ രീതിയിൽ 2 സ്കൂൾ ഓഫ് തോട്ടാണ് എപ്പോഴും ഈ ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്നത്. 300 ചില്ലാൻ ആളുകളാണ് ഈ ഭരണഘടനാ നിർമ്മാണ സമിതി. അപ്പം ഭരണഘടന ഉണ്ടാക്കിയാണ്, നമ്മുടെ രാജ്യം വരികയാണ്, ഭരണഘടന വരികയാണ്. ആ ഭരണഘടന വരുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രാധാന്യം ഉള്ള ഒരു കിതാബാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത്.
ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ നിയമങ്ങളും ഇതിന് വിധേയമായിട്ടുണ്ടാകണം. അപ്പോൾ അതിനകത്ത് രണ്ട് സ്കൂൾ ഓഫ് തോട്ട് വരും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മതസ്വാതന്ത്ര്യം അത് മൗലികാവകാശമായിട്ട് കൊടുക്കണോ വേണ്ടയോ വലിയ ചർച്ച വന്നു. ഒരു വിഭാഗം പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതരത്വ രാജ്യമാണ്. മതേതരത്വത്തിൽ പല രീതിയിലുള്ള മതങ്ങളും പല രീതിയിലുള്ള മത ആചാരങ്ങളും പാടില്ല എന്നുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട് വന്നു. ഇവിടെ ഒരു ആചാരം മതി. ആ ആചാരം എന്ന് പറയുന്നത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമപ്രകാരമുള്ള ഒരു ആചാരം മതി. അപ്പൊ മറ്റേ സ്കൂൾ ഓഫ് തോട്ട് പറഞ്ഞു ഇന്ത്യയുടെ മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആശയം എന്ന് പറയുന്നത് വൈവിധ്യമാണ്. ഇന്ത്യയുടെ ആശയം എന്ന് പറയുന്നത് കാരണം വിവിധ വിഭാഗങ്ങളിലുള്ള ജനങ്ങൾ വസിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യം ലോകത്ത് എവിടെ ഉണ്ടാവുകയില്ല. ഇന്ത്യയിലുള്ള അത്ര മതങ്ങൾ, ഇന്ത്യയിലുള്ള അത്ര ജാതി, ഇന്ത്യയിലുള്ള സംസാരിക്കുന്ന അത്ര ഭാഷ, ഇന്ത്യ രാജ്യത്ത് നമ്മൾ അനുവർത്തിക്കുന്ന സംസ്കാരം, ഇന്ത്യ രാജ്യത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി, ഇത് മറ്റ് ഒരു പ്രദേശത്തും കാണാത്ത രീതിയിലുള്ള വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ആശയം എന്ന് പറയുന്നത് തന്നെ വൈവിധ്യമാണ്. അപ്പൊ നിങ്ങൾ പറയുകയാണ് ഇവിടെ പല മതങ്ങളുടെ ആവശ്യമൊന്നുമില്ല, മതാചാരങ്ങളുടെയും ആവശ്യമില്ല. ഇവിടെ ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കും, ആ പാസ്സാക്കുന്ന നിയമം അനുസരിച്ചിട്ട് മാത്രം ആളുകൾ ഇവിടെ കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയുടെ വൈവിധ്യം എന്ന് പറയുന്ന ആശയത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മതവിഭാഗം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് അവര് ആശയത്തില് വിശ്വസിച്ച് ആ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകൾ, മതപരമായിട്ടുള്ള ആചാരങ്ങളും മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. ഇവരുടെ അടുത്ത് നിങ്ങളൊരു സുപ്രഭാതത്തിൽ പറയുകയാണ് നിങ്ങൾ ഇനി അതൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇനി ഞങ്ങൾ പറയുന്ന രീതിയിലുള്ള നിയമം അനുസരിച്ചിട്ടുള്ള മാത്രമേ ഇവിടെ വസിക്കാൻ പാടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് ഈ പറയുന്ന ഈ മതങ്ങളുടെ ചിട്ടകൾക്കനുസരിച്ച് ജീവിക്കുന്ന ഈ വ്യക്തികളോട് നിങ്ങൾ ചെയ്യുന്ന അനീതിയാണ്, ക്രൂരതയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയായിരിക്കും നിങ്ങൾ പറയുന്നത് എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ സ്കൂൾ ഓഫ് തോട്ട്. വലിയ വാഗ്വാദം വന്നു. എല്ലാ ഭരണഘടനയുടെ എല്ലാ ആർട്ടിക്കിൾ ഉണ്ടാകുമ്പോഴും ഈ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവും, ഈ തരത്തിലുള്ള ഡിബേറ്റുകൾ ഉണ്ടാവും. ഡിബേറ്റുകളിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആളുകൾക്കായിരിക്കും ചിലപ്പോൾ ആ ആർട്ടിക്കിൾ ശരിയാണോ അല്ലേ എന്നുള്ള തീരുമാനം വരുന്നത്. അല്ലെങ്കിൽ ബാബാ സാഹിബ് അംബേദ്കറിനെ പോലെയുള്ള ആളുകൾ പിന്നെ അവിടെ ഒരു തീരുമാനം പറയും. അങ്ങനെ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഈ രണ്ടാമത്തെ സ്കൂൾ ഓഫ് തോട്ടിന്റെ തീരുമാനമാണ് അവസാനം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. ആ അംഗീകാരത്തിന്റെ ഒരു റിസൾട്ടാണ് ഈ പറയുന്ന മതസ്വാതന്ത്ര്യം മൗലികാവകാശമായിട്ട് മാറിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഇവർ 75 വർഷമായിട്ടുള്ള ഭരണഘടനയുടെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ 950 നമുക്ക് തന്ന ഭരണഘടനയിൽ, ആ ഭരണഘടനയിൽ എങ്ങനെയാണോ മതസ്വാതന്ത്ര്യം മൗലികാവകാശമായി മാറിയതും ഏക സിവിൽ കോഡ് മൗലികാവകാശം അല്ലാതെ മാറുകയും ചെയ്തു എന്ന് നമ്മളിപ്പോ കണ്ടതുപോലെ എന്തായിരുന്നോ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുള്ള അംഗങ്ങളുടെ അന്നത്തെ മനസ്സിലുള്ള അവരുടെ ഇന്റൻഷൻ എന്തായിരുന്നോ അതിന് വിരുദ്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങള് ഭരണഘടനയ്ക്കിട്ടുള്ള ഒരു തട്ടായിട്ട് ഈ പറയുന്ന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറയുന്ന ഏക സിവിൽ കോഡ് കൊണ്ടുവരൂ. ഈ ഏക സിവിൽ കോഡാണ് ഈ പറയുന്ന 948-49 കാലഘട്ടത്തിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ചർച്ച ചെയ്ത് പറ്റില്ല എന്ന് പറഞ്ഞത്.
അത് പറ്റില്ല എന്ന് അന്ന് പറയാനുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഭരണഘടന വേണ്ടെന്ന് പറയുന്ന സംഗതികൾ ഇന്നിപ്പോ 2024-ലും 2025-ലും അവര് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു ഭരണഘടനയെ അട്ടിമറിച്ചത് നിങ്ങളാണെന്ന്. നമ്മളെ നോക്കിയിട്ട് പറഞ്ഞു ഭരണഘടനയെ അട്ടിമറിച്ചത്. ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമം ഈ പറയുന്ന കഴിഞ്ഞ 12 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് വേണ്ട എന്ന് പറയുന്ന സംഗതികൾ ഇന്ന് വേണമെന്ന് പറയും. അതുപോലത്തെ വേറെ സംഗതിയാണ് പൗരത്വ പ്രശ്നം. നമ്മൾ പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുപാട് പേര് സമരം ചെയ്തിട്ടുള്ളതാണ്. ഈ പൗരത്വത്തെ കുറിച്ച് ചർച്ച അന്ന് നടക്കുമ്പോൾ, അതായത് ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് നടക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞാണ് പൗരത്വം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവനും ഒരു ഹിന്ദുവും അതേപോലെ തന്നെ ഒരു സിഖ് മതവിഭാഗക്കാരനും ഹൈന്ദവൻ എന്നുള്ള ഒറ്റ ഒരു ഐഡന്റിറ്റി ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ സിഖ് ആണെന്നുള്ള ഒറ്റ ഐഡന്റിറ്റി ഉണ്ടായാൽ മതി, അവന് ഇന്ത്യൻ പൗരത്വം നൽകണമെന്ന് പറഞ്ഞു. അതൊരു സ്കൂൾ ഓഫ് തോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്കൂൾ ഓഫ് തോട്ട് എന്ന് വെച്ചാല് ഇവിടെ ഇന്ത്യയിൽ വസിക്കേണ്ട, താമസിക്കേണ്ട, അയാൾ അല്ലെങ്കിൽ അമേരിക്കയിലായിരിക്കാം, യൂറോപ്പിലായിരിക്കാം, എവിടെയെങ്കിലും ആയിരിക്കാം. പക്ഷെ ഒരു ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ആണെന്നുള്ള ഐഡന്റിറ്റി മാത്രം കാണിച്ചാൽ മതി. ആ ഹിന്ദു ആയിട്ടുള്ള ഐഡന്റിറ്റി കാണിക്കുന്ന ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകണം എന്നുള്ളതായിരുന്നു അവരുടെ സ്കൂൾ ഓഫ് തോട്ട്. അപ്പൊ മറിച്ചുള്ള സ്കൂൾ ഓഫ് തോട്ട് എന്ത് പറഞ്ഞു? അതല്ല പൗരത്വത്തിന്റെ ബേസിസ്. പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക്, ഇന്ത്യയിൽ വസിക്കുന്ന ഒരാൾക്ക്, ഇന്ത്യ തന്റെ സ്വന്തം നാടായിട്ട് അംഗീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇന്ത്യൻ പൗരത്വം നൽകാൻ പറ്റുകയുള്ളൂ. ഒരു ഹൈന്ദവനായിട്ട് അവൻ ഇന്ത്യ വിട്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുകയാണെങ്കിൽ അവന് ഇന്ത്യൻ പൗരത്വം നൽകാൻ പറ്റുകയില്ല. അതാണ് ഭരണഘടനയിൽ അംഗീകരിച്ചത്. പക്ഷെ പൗരത്വ നിയമത്തിൽ എന്താ കൊണ്ടുവന്നത്? പൗരത്വ ഭേദഗതി നിയമത്തിൽ കൊണ്ടുവന്നു, നിങ്ങൾ അഭയാർത്ഥികൾക്ക്, ഇന്ത്യയിൽ വന്ന് വസിക്കുന്ന അഭയാർത്ഥികൾക്ക് നിങ്ങൾ പൗരത്വം നൽകണമെന്ന് പറഞ്ഞു. അതിന് നമ്മൾ ആരും എതിർക്കുന്നില്ല. കാരണം അഭയാർത്ഥികൾ എന്ന് പറയുന്നത് അവരവരുടെ രാജ്യങ്ങളിൽ അവർക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, പല തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ വരുന്നത്. അവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കണം എന്നതിൽ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല, എതിർപ്പില്ല. പക്ഷെ അഭയാർത്ഥികളെ നിങ്ങൾ അഭയാർത്ഥികളായിട്ട് കാണണം. അഭയാർത്ഥികളെ നിങ്ങൾ ഹൈന്ദവ അഭയാർത്ഥിയായിട്ടും ക്രൈസ്തവ അഭയാർത്ഥിയായിട്ടും സിഖ് അഭയാർത്ഥിയായിട്ടും പാർസി അഭയാർത്ഥിയായിട്ടും ജൈനൻ അഭയാർത്ഥിയായിട്ടും ബുദ്ധമതത്തിലുള്ള അഭയാർത്ഥിയായിട്ടും കാണാൻ പറ്റില്ല, ഇസ്ലാമിക് മുസ്ലിം അഭയാർത്ഥിയായിട്ടും കാണാൻ പറ്റില്ല. അത് ഈ 6 മതങ്ങള് ചേർത്തുകൊണ്ടുള്ള ഒരു അഭയാർത്ഥികൾക്ക് മാത്രം ഇന്ത്യൻ പൗരത്വം. ഒരു പ്രത്യേക മതവിഭാഗത്തിനെ അതിനകത്ത് നിന്ന് മാറ്റി നിർത്തി. അതെന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ മാറ്റി നിർത്തി. ഇത് തന്നെയാണ് അന്ന് ഭരണഘടനാ നിർമ്മാണ ശില്പികൾ പറഞ്ഞു വെച്ചത്. മതം മാനദണ്ഡമാക്കിയിട്ടുള്ളൊരു നിയമം പാടില്ല എന്ന് അന്ന് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ ശില്പികൾ പറഞ്ഞു വെച്ചതാണ്. അപ്പൊ അന്ന് ഭരണഘടനയിൽ എന്ത് പറഞ്ഞു വെച്ചോ അതിന് വിരുദ്ധമായിട്ടുള്ള സംഗതികൾ ചെയ്യാനാണ് ഈ കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു ഭരണഘടന അട്ടിമറിക്കുന്നത് നമ്മളാണ്. ഇപ്പൊ വഖഫ് സംരക്ഷണ നിയമം അടുത്തത് നമ്മൾ കാണുന്നു. ഇപ്പൊ ഈ കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ വഖഫ് സംരക്ഷണ നിയമത്തിനെ കുറിച്ചിട്ടുള്ള അവരുടെ ഭേദഗതി നിയമത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് കാണുന്നത്. അതിനകത്ത് ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ഇപ്പോഴത്തുള്ള നിയമത്തില് ഓറൽ വഖഫ്, അതായത് വാമൊഴി കൊണ്ടുള്ള വഖഫ് അംഗീകരിച്ചിരിക്കുന്നതാണ്. അത് മതം പറയുന്നതും അത് തന്നെയാണ്. ആരെങ്കിലും നെയ്യത്തോടു കൂടി വാമൊഴി കൊണ്ട് ഒരു സംഗതി വഖഫ് ചെയ്യാവുന്നതാണ്. ആ നിയമം അംഗീകരിച്ചു. പക്ഷെ ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ ഈ ഓറൽ വഖഫ് എന്നുള്ളത് എടുത്തു കളഞ്ഞു. അവര് പറയുന്നത് ഒരു വഖഫ് ആവണമെങ്കിൽ അതിനകത്ത് രേഖ വേണം, ആധാരം വേണം, എന്നാൽ മാത്രമേ ഒരു സംഗതി വഖഫായി മാറുകയുള്ളൂ എന്നുള്ളതാണ് പുതിയ ഭേദഗതി നിയമത്തിലുള്ളത്. അതിന്റെ പിറകിലുള്ള ദുഷ്ടലാക്ക് എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് വഖഫ് പ്രോപ്പർട്ടികളുണ്ട്. ഏകദേശം 200, 300, 400, 500 കൊല്ലം പഴക്കമുള്ള വഖഫ് പ്രോപ്പർട്ടികളുണ്ട്. ഈ വഖഫ് പ്രോപ്പർട്ടികളൊക്കെ വഖഫ് ആയതെന്ന് പറയുന്നത് വഖഫ് ബൈ യൂസർ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്.
അതൊരു ഒരു ആരാധനാലയം, ആ ആരാധനാലയമായിട്ട് കഴിഞ്ഞ 500 കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വഖഫ് ബൈ യൂസറായി മാറും. അത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംഗതിയുമായിരിക്കും. അപ്പൊ ഈ ഓറൽ വഖഫും വഖഫ് ബൈ യൂസറും എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഇവരെന്താണ് ഈ ഭേദഗതിയും കൊണ്ട് ചെയ്തത്? ഈ ഓറൽ വഖഫും അവർ ഡിലീറ്റ് ചെയ്തു, അതേപോലെ തന്നെ വഖഫ് ബൈ യൂസറും ഡിലീറ്റ് ചെയ്തു. അതായത് ഈ 400-500 കൊല്ലം പഴക്കമുള്ള ഞാൻ ഈ പറഞ്ഞ പോലത്തെ പള്ളികളും അതേപോലെ തന്നെ ഈദ്ഗാഹുകളായാലും ഖബർസ്ഥാനുകളായാലും ഒരുപാട് ഭൂമികളുണ്ട്. ഈ ഭൂമികൾക്കെല്ലാം ഈ പറഞ്ഞതുപോലെയുള്ള രേഖകൾ അവർക്ക് സമർപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓറൽ വഖഫ് എന്ന് പറയുന്നതും വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നതും പുതിയ നിയമത്തിൽ നിന്ന് മാറ്റിയതിനാൽ ഇത് ഗവൺമെന്റിന്റെ ഭൂമിയിൽ ഒരു എൻക്രോച്ച്മെന്റ് ആയിട്ട് കണക്കാക്കും. അപ്പൊ എൻക്രോച്ച്മെന്റ് ആയിട്ട് കണക്കാക്കിയാലോ അത് പിന്നെ എൻക്രോച്ച്മെന്റ് ആണെങ്കിൽ പിന്നെ അതിനകത്ത് സർക്കാരിന്റെ ഭൂമിയായി മാറുകയാണല്ലോ. അങ്ങനെ ഈ 400-500 കൊല്ലം പഴക്കമുള്ള ഇപ്പോ പ്രൈം പ്രോപ്പർട്ടി എന്ന് പറയാവുന്ന ഉത്തരേന്ത്യയിലെ പല വലിയ പട്ടണങ്ങളിലും പ്രൈം പ്രോപ്പർട്ടി എന്ന് പറയാവുന്ന ഇതുപോലത്തെ കണ്ണായ സ്ഥലങ്ങളെല്ലാം ഈദ്ഗാഹ് എന്നൊക്കെ പറയുന്നത് ഏക്കർ കണക്കിനാണ്. ഡൽഹിയിലുള്ള ആളുകൾക്ക് അറിയാം, കരോൾ ബാഗിൽ ഈ ഈദ്ഗാഹ് ഉണ്ട്, ഏക്കർ കണക്കിനാണ്. ഇപ്പൊ അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോ ആരാണ് അത് ആധാരം കൊടുത്തത്, ആധാരം അത് വഖഫ് ചെയ്തത് എന്നുള്ളതിനൊന്നും രേഖ ഉണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം തിരിച്ച് ഗവൺമെന്റിലേക്ക് പോകും, ഗവൺമെന്റിന് കിട്ടുന്ന ഒരു ഭൂമിയായി മാറും. അതാണ് അവരുടെ ദുഷ്ടലാക്ക്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് വഖഫ് എന്ന് പറയുന്നത് അടിസ്ഥാനമായിട്ടൊരു ഇസ്ലാമിക തത്വമാണല്ലോ. ഇസ്ലാമിക നിയമത്തിന്റെ അടിയിൽ വരുന്ന ഒരു തത്വമാണല്ലോ വഖഫ് എന്ന് പറയുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഡെഡിക്കേഷൻ ടു അല്ലാഹ്. നമുക്ക് എല്ലാവർക്കും അറിയാം പെർമനന്റ് ഡെഡിക്കേഷൻ ടു അല്ലാഹ്. ഈ പെർമനന്റ് ഡെഡിക്കേഷൻ ടു അല്ലാഹ് എങ്ങനെയാണ് വരേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓറൽ വഖഫ് മതി. ആരെങ്കിലും അവൻ നെയ്യത്തോടു കൂടി വാമൊഴി ചെയ്താൽ വഖഫായി മാറി. ഇതാണ് നമ്മുടെ ഇസ്ലാമിക തത്വം. ഈ ഇസ്ലാമിക തത്വത്തിന് വിരുദ്ധമായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ വഖഫ് ആവുകയില്ല എന്ന് പറഞ്ഞ് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വ്യക്തി നിയമത്തിനെതിരെ പാർലമെന്റ് പാസ്സാക്കാൻ പോകുന്ന ഒരു നിയമമായി മാറും എന്നുള്ളതും ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഏക സിവിൽ കോഡ് ഇവിടെ കൊണ്ടുവരുന്നതിന്റെ ഒരു ആദ്യ സ്റ്റേജ് ആയിട്ടാണ് ഇതിനെയൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പൊ 75 വർഷമായിട്ടുള്ള ഭരണഘടനയുടെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഭരണഘടനയ്ക്കിട്ടുള്ള അടി കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭരണഘടന എന്ന് പറയുന്നത് ഈ അടികളെല്ലാം താങ്ങാൻ കഴിയാവുന്ന ഒരു സംഗതിയാണ്. എത്രമാത്രം അടിച്ചാലും അതിനെ തിരിച്ചടിക്കാൻ കെൽപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് ശരിക്കും പറഞ്ഞാൽ ഭരണഘടന എന്ന് പറയുന്നത്. ഇവരിട്ട് അടിക്കാൻ നോക്കും. ഇവരിട്ട് അടിക്കുമ്പോൾ ചില സമയത്ത് അതൊന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇതാവും. പക്ഷെ അതിനകത്ത് തന്നെ അതിനെ മറികടക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പാർലമെന്റിൽ അത് പാസ്സാകും. കാരണം വെച്ചാൽ പാർലമെന്റിൽ നമ്പർ മാത്രം മതി. ഭൂരിപക്ഷം അവർക്കാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമം പാസ്സാക്കാനുള്ള കെൽപ്പെല്ലാം അവരുടെ അടുത്തുണ്ടാകും. പക്ഷെ അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞാൽ പോലും ഭരണഘടന തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ കോടതിയിൽ ടെസ്റ്റ് ചെയ്യാം, ജുഡീഷ്യൽ റിവ്യൂവിൽ ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ കോടതിയിൽ ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ കോടതിക്ക് പറയാം. പാർലമെന്റ് പാസ്സാക്കിയാൽ പോലും ഇത് ഭരണഘടനാ വിരുദ്ധ നിയമമാണ്, ഇത് ഞങ്ങൾ അസാധുവാക്കുകയാണെന്ന് കോടതിക്ക് പറയാം. നമുക്കറിയാം നമ്മുടെ നിയമങ്ങൾ ഇപ്പോ പൗരത്വ ഭേദഗതി നിയമമെല്ലാം കോടതിയുടെ മുന്നിലായത് കാരണം മാത്രമാണ് അവർക്ക് ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. അപ്പൊ നിരന്തരം ഭരണഘടനയെ ഇട്ട് അടിക്കുന്ന ഒരു സർക്കാർ, പക്ഷേ ഈ അടിയെല്ലാം കൊണ്ടു കഴിഞ്ഞാൽ പോലും ഇത് തിരിച്ചടിക്കാൻ കഴിയുന്ന ഒരു ഭരണഘടന. അപ്പൊ എത്രമാത്രം ദീർഘവീക്ഷണമുള്ള ആ നേതാക്കന്മാരായിരുന്നു നമ്മുടെ
ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോ ആലോചിക്കാവുന്നതാണ്. നമുക്കറിയാം, നിങ്ങൾ ഇപ്പൊ പ്രൊഫഷണൽ വിദ്യാർത്ഥികളാണ്. ഇപ്പൊ എൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും ഒരു സാധാ ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥി, ഇപ്പോഴും ഒരു പ്രൊഫഷണൽ തന്നെയാണ്. എറണാകുളം ലോ കോളേജിൽ പഠിച്ചതിന് ശേഷം അന്നത്തെ കാലത്ത് 98 ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ പോയതാണ്. അപ്പൊ അന്ന് ഇന്നത്തെ പോലെയല്ല. ഡൽഹിയിലേക്കുള്ള പോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം ട്രെയിനിലിരുന്ന് പോകുന്ന പോക്കുകളാണ്. ഇന്നത്തെ പോലെ വിമാന സർവീസിന്റെ കണക്ടിവിറ്റി ഒന്നും വന്നില്ല. ഇപ്പൊ ഡൽഹി എന്ന് പറഞ്ഞാൽ ഇപ്പോ ഏതൊരു മാതാപിതാക്കൾക്കും ഡൽഹിയിലേക്ക് അവരുടെ മക്കളെ വിടാൻ ഒരു ചെറിയൊരു വൈമനസ്യം ഇന്നത്തെ കാലത്ത് എന്തായാലും ഉണ്ട്. അന്നത്തെ കാലത്ത് ഒരുപാടുണ്ടായിരുന്നു. ഒന്ന്, ഇവിടുന്ന് ഡൽഹിയിലേക്കുള്ള ദൂരപ്രശ്നമുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ ഡൽഹി ഭരിക്കുന്ന അല്ലെങ്കിൽ ഡൽഹിയിൽ കാണുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ മാതാപിതാക്കളെയൊക്കെ അലട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഡൽഹി KMCC രൂപീകരിച്ചത് തന്നെ 2011 അന്ന് അഹമ്മദ് സാഹിബിന്റെ ഉപദേശപ്രകാരമായിരുന്നു. അഹമ്മദ് സാഹിബ് പറഞ്ഞു, ഇവിടെ ഒരുപാട് കേന്ദ്ര സർവകലാശാലകളുണ്ട്. ഡൽഹി സർവകലാശാല, JNU ഉണ്ട്, ജാമ്യ ഉണ്ട്, ജാമ്യ ഹംദർദ് ഉണ്ട്, എയിംസ് ഉണ്ട്. അതുപോലെ ഒരുപാട് വലിയ വലിയ കലാലയങ്ങൾ, വലിയ പ്രശസ്തമായ കലാലയങ്ങളുണ്ട്. അഹമ്മദ് സാഹിബ് പറയുകയായിരുന്നു, എൻ്റെ അടുത്ത് പല മാതാപിതാക്കളും ഈ ഡൽഹിയിൽ അവരുടെ മക്കളെ വിടുന്നതിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഡൽഹി എന്ന് പറയുന്നത് ഈ ദൂരമുള്ളത് കൊണ്ട് തന്നെ അവരുടെ മക്കളെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റിയ ഒരു ലോക്കൽ ഗാർഡിയൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉള്ളത് കാരണം അവർ അങ്ങനത്തെ അഡ്മിഷൻ കിട്ടിയാൽ പോലും വിടില്ല എന്നുള്ളത്. അഹമ്മദ് സാഹിബ് പറഞ്ഞു, നമുക്ക് ഇവിടെ ഒരു KMCC രൂപീകരിക്കണം എന്ന് പറഞ്ഞു. ആ KMCCയുടെ മെയിൻ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് വിദ്യാർത്ഥികളും അതേപോലെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ളതായിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2015 ഞങ്ങൾ ഒരു KMCC ഡൽഹിയിൽ രൂപീകരിക്കുന്നത്. ഇന്നത്തെ MSFന്റെ ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു ഒക്കെ അന്ന് ആ സമയത്ത് അവിടെയുണ്ട്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അന്ന് KMCC രൂപീകരിച്ച് പെട്ടെന്ന് തന്നെ ഒരു ഹോസ്റ്റൽ സംവിധാനം ഉണ്ടാക്കി. കാരണം ഇവിടുന്ന് വരുന്ന വിദ്യാർത്ഥിനികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് താമസ സൗകര്യം. അവിടെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം നാമധാരി കേരളത്തിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ പുറത്താണെങ്കിൽ PG പോലും വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റൽ സംവിധാനം അവിടെ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ രൂപീകരിച്ച് കാലാകാലം കഴിഞ്ഞപ്പോൾ കാലക്രമേണ ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥിനികളുടെ ഒഴുക്ക് നല്ല രീതിയിൽ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഡൽഹിയിലത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡൽഹിയിലത്തെ വിദ്യാഭ്യാസം നമ്മളുടെ ഒരു വ്യക്തിഗത പേഴ്സണാലിറ്റിയിൽ എത്രമാത്രം മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളത്. ചീത്താകേണ്ട ആൾക്കാർക്ക് ചീത്തയായി പോകാം, വഴി തെറ്റിപ്പോകുന്നവർക്ക് വഴി തെറ്റിപ്പോകാം. പക്ഷേ അങ്ങനെ വഴിതെറ്റലും ചീത്തയാവലുമെല്ലാം വളരെ നെഗ്ലിജിബിൾ ആണെന്ന് തന്നെ നമുക്ക് തലയുയർത്തി പറയാം. പ്രത്യേകിച്ച് ഡൽഹിയിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾ. അവിടുത്തെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികളുടെ കൂടെ വന്ന് പഠിക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രഭാവത്തിനൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് 3 വർഷത്തെ ഡിഗ്രിയും 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഒരുപാട് പേര് സിവിൽ സർവീസ് പരീക്ഷകളും അങ്ങനത്തെ പരീക്ഷകളിലൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് പാസ്സായവരുമുണ്ട്. നിങ്ങൾ ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ടാവും, അതേപോലെ എഞ്ചിനീയറിംഗിൽ ഉണ്ടാവും, ലോ ഉണ്ടാവും, പല 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 മേഖലകളുണ്ടാവും. 969 മഹാനായ CH മുഹമ്മദ് കോയയോട് ഒരു പാർട്ടി പരിപാടിയിൽ വെച്ചിട്ട്, ഒരു ക്ലോസ് ഡോർ പാർട്ടി പരിപാടിയിൽ വെച്ചിട്ട് ഒരു സാധാ ലീഗ് പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു. അന്ന് CH വിദ്യാഭ്യാസ മന്ത്രിയാണ്. CHന്റെ അടുത്ത് ചോദിച്ചു, CH നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് പോലും ഈ സമുദായത്തിനൊരു ഉന്നമനം കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ CHന്റെ മറുപടി ഇപ്രകാരമായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും എൻ്റെ ക്യാബിനറ്റിലുള്ള എല്ലാവരും മുസ്ലിം മന്ത്രിമാരായാൽ പോലും ഈ സമുദായത്തിന് ഉന്നമനം ഉണ്ടാവുകയില്ല. ഈ സമുദായത്തിന് ഉന്നമനം ഉണ്ടാകണമെങ്കിൽ ഈ സമുദായത്തിൽ നിന്ന് ബ്യൂറോക്രസിയിലും ജുഡീഷ്യറിയിലും നല്ല രീതിയിലുള്ള പ്രാതിനിധ്യം ആവശ്യമുണ്ട്.
ബ്യൂറോക്രസിയിലും ജുഡീഷ്യറിയിലും പ്രാതിനിധ്യം ഉണ്ടായാൽ മാത്രമേ ഈ സമുദായത്തിന് ഉന്നമനം ഉണ്ടാവുകയുള്ളൂ എന്ന് CH മുഹമ്മദ് കോയ 1969 പറഞ്ഞ ആ വേദവാക്യത്തിന് ഇന്നും എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. ബ്യൂറോക്രസി എന്ന് പറയുന്നത് നിങ്ങൾ ഗവൺമെന്റിന്റെ പോളിസി മേക്കിങ്ങിൽ ഭാഗമാവുകയാണ്, നയപരമായ നയരൂപീകരണത്തിൽ ഭാഗമാവുകയാണ്. അതിപ്പോ ഒരു തഹസിൽദാർ തൊട്ട് ഒരു വില്ലേജ് ഓഫീസർ തൊട്ട് അതിന്റെ മുകളിലേക്കുള്ള ആളുകൾ, സെക്രട്ടറി ലെവൽ വരെയുള്ള ആളുകൾ, ആ സെക്രട്ടറി ലെവൽ വരെയുള്ള ആളുകൾ എന്താണ് പോളിസി എന്ന് മാർക്ക് ചെയ്യണതിന്റെ മുകളിൽ മാത്രമേ ഒരു മന്ത്രിക്ക് ഒപ്പിടാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആ നയരൂപീകരണത്തിന്റെ ഭാഗവാക്കായാൽ മാത്രമേ ഒരു സമുദായത്തിന് ഉന്നമനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്നും വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവിടെയാണ് നമ്മുടെ സമുദായം ഇപ്പോഴും പിന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ദുഃഖത്തോടെ പറയാനുള്ളത്. ഭരണഘടന നമ്മളുടെ ഗവൺമെന്റ് ജോലികളിൽ പ്രാതിനിധ്യം, സമുദായത്തിന്റെ പ്രാതിനിധ്യം, പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം കൂട്ടാൻ വേണ്ടിയിട്ട് സംവരണ തോത് വരെയുണ്ട്. അപ്പൊ പിന്നോക്ക വിഭാഗക്കാർക്ക് ഗവൺമെന്റിൽ പ്രാതിനിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജാതി സെൻസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധിയും ബാക്കിയുള്ളവരെല്ലാം വലിയ രീതിയിൽ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നത്. കാരണം ഈ ജാതി സെൻസസ് നടത്തിയാൽ മാത്രമേ ഒരു പിന്നോക്ക വിഭാഗത്തില് എത്രമാത്രം പ്രാതിനിധ്യം ഗവൺമെന്റ് ജോലികൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു എക്സസൈസ് നടത്തിയാൽ, ജാതി സെൻസസ് പോലത്തെ ഒരു എക്സസൈസ് നടത്തിയിട്ട് പ്രാതിനിധ്യം കുറവുള്ള പിന്നോക്ക വിഭാഗക്കാരുടെ പ്രാതിനിധ്യം കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ സംവരണ തോത് കൂട്ടണം. ഈ സംവരണം കൊണ്ട് പ്രാതിനിധ്യം ഓൾറെഡി ശരിയായി കഴിഞ്ഞിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഓൾറെഡി അതുകൊണ്ട് കൂടിയ ആളുകളുടെ സംവരണ തോത് കുറക്കണം. അതിനും ഇവിടെ നിയമമുണ്ട്. അതായത് എല്ലാ 10 കൊല്ലം കൂടുമ്പോഴും ഈ സംവരണ തോത് ശരിയാണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സംവരണ പട്ടിക പുതുക്കണം എന്നുള്ളതാണ് നിയമം പറയുന്നത്. പക്ഷേ ഒരു സർക്കാരും അത് ചെയ്യില്ല, ഒരു സർക്കാരും ഇതുവരെ ചെയ്തിട്ടുമില്ല. കാരണം ഈ സംവരണം എന്ന് പറയുന്നത് കാലാകാലങ്ങളോളം നടത്തേണ്ട ഒരു സംഗതിയല്ല ഈ സംവരണം എന്ന് പറയുന്നത്. അതിന് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരു വിഭാഗമോ ഒരു സമുദായമോ താഴെ നിൽക്കുകയാണെങ്കിൽ അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടാണ് ഈ സംവരണം എന്ന് പറയുന്നത്. 75 കൊല്ലമായിട്ട് നമ്മളുടെ ഭരണഘടന നിലനിന്നിട്ടും ആ പറയുന്ന അസന്തുലിതാവസ്ഥ ഇതുവരെയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സംവരണം കൊടുത്തിട്ടും ഏതെല്ലാം പിന്നോക്ക വിഭാഗങ്ങളാണ് ആ സംവരണം ഉപയോഗിച്ചിട്ട് അവരുടെ പ്രാതിനിധ്യം കൂട്ടാൻ പറ്റിയേക്കുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ സംവരണം ഉണ്ടായിട്ടും അവരുടെ പ്രാതിനിധ്യം കൂട്ടാൻ പറ്റിയിട്ടില്ല എന്നുള്ള കണക്കെടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരുകളൊന്നും ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയയും ചെയ്തിട്ടില്ല. പക്ഷെ ചില NGO സംഘടനകൾ ചെയ്തു. കേരളത്തിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 2 വർഷം മുമ്പ് ഇങ്ങനത്തെ ഒരു പ്രക്രിയ ചെയ്തു. ആ പ്രക്രിയ ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നത്. മുസ്ലിം സമുദായത്തിന്റെ ഗവൺമെന്റ് ജോലികളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ആ കണക്കനുസരിച്ചുള്ള പ്രാതിനിധ്യത്തെക്കാൾ 135% പിന്നിലാണ്. 135% എന്ന് പറയുന്നത് വലിയ കണക്കാണ്. അപ്പൊ സർക്കാരുകളിൽ പ്രാതിനിധ്യം, അതായത് സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യം നമുക്ക് അർഹരായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടുന്നതിനേക്കാൾ 135% കുറവാണെന്ന് പറയുമ്പോൾ ഈ സർക്കാരിന്റെ നയരൂപീകരണ മേഖലയിൽ നമ്മൾ എത്രമാത്രം പിന്നിലാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. നമുക്ക് അർഹമായിട്ടുള്ള ജോലിയും നമുക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യവും അവിടെ ഉണ്ട്. പക്ഷേ അതെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത്.
അപ്പൊ നമ്മുടെ സീറ്റ് ബാക്കിയുള്ള വേറെ പിന്നോക്ക വിഭാഗക്കാരും വേറെ സമുദായങ്ങളും അവിടെ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ള ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് അന്ന് 1969 CH പറഞ്ഞത് ഇപ്പോഴും വേദവാക്യമായിട്ട് നിൽക്കുന്നത്. ബ്യൂറോക്രസിയിലും ജുഡീഷ്യറിയിലും നമ്മളുടെ പ്രാതിനിധ്യം കൂട്ടിയേ തീരൂ. നിങ്ങൾ ഡോക്ടർമാരാകാം, എഞ്ചിനീയർമാരാകാം, വക്കീൽമാരാകാം, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ബ്യൂറോക്രസിയിൽ പോകാനുള്ള ഒരവസരമുണ്ട്. ബ്യൂറോക്രസി എന്ന് ഉദ്ദേശിക്കുന്നത് IAS മാത്രമല്ല, ഏത് തലത്തിലും നിങ്ങൾക്ക് ഗവൺമെന്റിലെ ജോലിയിൽ കയറി കഴിഞ്ഞാൽ അത് ബ്യൂറോക്രസിയായി മാറി, ബ്യൂറോക്രാറ്റായി മാറി. സിവിൽ സർവീസിൽ കയറി കഴിഞ്ഞാൽ വളരെ നല്ലത്, ഉത്തമം. പക്ഷെ നിങ്ങളിപ്പോ ഒരു ഡിഗ്രി എടുത്ത് ഗൾഫിലേക്ക് പോയി 4 പൈസ ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹത്താൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് സമുദായത്തിന്റെ നഷ്ടം. സമുദായത്തിന്റെ ലാഭം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ചെറിയ നഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഇവിടെ നിന്ന് നിങ്ങളിവിടെ പാസ് ഔട്ട് ആയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെ ഗവൺമെന്റിലോ അല്ലെങ്കിൽ ജുഡീഷ്യറിയിലോ ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സമുദായത്തിന്റെ ലാഭം. നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ പറയും നമ്മളിപ്പോ ഒരു ശക്തിയാണ്. ആ സാമ്പത്തികമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ കാണുന്ന നമ്മളുടെ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഗൾഫിൽ നിന്നുള്ള പൈസയും കൊണ്ടാണ്. അങ്ങനെ രീതിയിൽ സാമ്പത്തിക ശക്തിയായിട്ടൊരു കാര്യവുമില്ല. നമ്മളിപ്പോ ഗൾഫിൽ നിന്ന് വരുന്ന ഒരു മുതലാളി ഒരു SIയും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ SIക്ക് സല്യൂട്ട് കിട്ടുകയുള്ളൂ. ഗൾഫിലെ മുതലാളിയെക്കാളും ഒക്കെ എത്രയോ ശമ്പളം കുറവ് മേടിക്കുന്ന ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് കിട്ടുന്ന ഒരു ആദരവ് ഒരു ഗൾഫ് മുതലാളിക്ക് ഇപ്പോഴും കിട്ടില്ല, ഗൾഫ് മുതലാളിക്ക് ഇപ്പോഴും കിട്ടില്ല. അപ്പൊ സ്റ്റാറ്റസിൽ തന്നെയുണ്ട് അവിടെ വലിയ വ്യത്യാസം. അത് വേറൊരു വ്യത്യാസം. പക്ഷെ നമ്മൾ സർക്കാരിന്റെ ഭാഗവാക്കാകുമ്പോൾ, സർക്കാരിന്റെ നയരൂപീകരണത്തിന്റെ ഭാഗവാക്കാകുമ്പോൾ അതിലുണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള മാറ്റം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇപ്പോ നിങ്ങളുടെ കോളേജിലെ പാസ് ഔട്ട് ചെയ്യുന്നതിന്റെ ബ്രിങ്കിലായിരിക്കും. അപ്പൊ യു ഗിവ് ഇറ്റ് എ തോട്ട്, ഗിവ് ഇറ്റ് എ സീരിയസ് തോട്ട്. കാരണം ഈ കമ്മ്യൂണിറ്റിക്ക് ഇപ്പൊ അതാണ് വേണ്ടത്. ഇപ്പൊ കാരണം വെച്ചാൽ നമ്മളിപ്പോ പറയും നമ്മളിപ്പോ എല്ലാം നമ്പർ കൗണ്ടാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. ബഹുമാനപ്പെട്ട TP എത്തിയിട്ടുണ്ട്. ബഹുമാന TP എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഇപ്പൊ നമ്പർ കൗണ്ടാണ് നോക്കുന്നത്. അതൊരു സമുദായത്തിന് എത്ര മെഡിക്കൽ കോളേജ് ഉണ്ട്, ഒരു സമുദായത്തിന് എത്ര എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അതിലല്ല കാര്യം. പ്രൊഫഷണൽ കോളേജുകളിലെ എല്ലാ കാര്യം. ഈ പ്രൊഫഷണൽ കോളേജ് എല്ലാം ഉണ്ടാക്കി നിങ്ങൾ പ്രൊഫഷണൽസായി മാറിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫിൽ നല്ല രീതിയിലുള്ള ഒരു ശമ്പളം കിട്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതോടുകൂടി തീരും നിങ്ങളുടെ ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ. അതിന് പകരമായിട്ട് ഈ ഗവൺമെന്റിന്റെ നയരൂപീകരണത്തിന്റെ ഭാഗവാക്കാകാൻ, ഗവൺമെന്റ് നയങ്ങളുടെ ഭാഗവാക്കാകാൻ അന്ന് CH പറഞ്ഞതുപോലെ ബ്യൂറോക്രസിയിലും ജുഡീഷ്യറിയിലും നിങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിന്റെ ഭാഗവാക്കായി കഴിഞ്ഞാൽ സമുദായത്തിന് അതും കൊണ്ട് എത്രയോ മാത്രം ഗുണമുണ്ടാകുമെന്ന് പറയുന്നത് ഒരു അതിശയോക്തിയുമല്ല. നമ്മളിപ്പോ പല രീതിയിലും ഇപ്പോ ഈ സർക്കാരിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഇപ്പൊ സ്കോളർഷിപ്പുകളുടെ കാര്യം, വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകളുടെ കാര്യം, മൗലാന ആസാദ് സ്കോളർഷിപ്പ്, ഇതെല്ലാം വർഷങ്ങളായിട്ട് നമുക്ക് ഉണ്ടാവുന്ന സ്കോളർഷിപ്പ്. ആ സ്കോളർഷിപ്പുകളെല്ലാം നിർത്തി. കേരള സർക്കാർ തന്നെ ഒരു 80-20 എന്നുള്ള ഒരു സംഗതി പറഞ്ഞിട്ട് സ്കോളർഷിപ്പ് നമ്മളുടെ വിദ്യാർത്ഥിനികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പും നിർത്തി.
സച്ചാർ കമ്മീഷൻ ഉണ്ട്. നമുക്കറിയാം സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടുകളിൽ എന്തെല്ലാമായിരുന്നു അതിന്റെ കണ്ടെത്തലുകളും ഫൈൻഡിങ്ങുകളും എന്നുള്ളത്. ഈ സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ കണ്ടെത്തലിന്റെ ആധാരമായിട്ട് ഇവിടെ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഒരു കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് സ്കോളർഷിപ്പുകൾ ഇവിടെ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. ജിയോ പ്രകാരമാണ് ആ ഉത്തരവുകളെല്ലാം നിലനിർത്തിയത്. 100% മുസ്ലിം വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ് അത് 20% മറ്റുള്ള സമുദായങ്ങൾക്കും പിന്നോക്ക സമുദായങ്ങൾക്കും കൊടുക്കാമെന്നുള്ള സർക്കാരിന്റെ ഒരു ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് 80-20 എന്ന് പറയുന്ന സ്കോളർഷിപ്പോട് വന്നത്. അവസാനം കോടതിയിൽ പോയിട്ട് പറഞ്ഞു മുസ്ലിങ്ങൾക്ക് മാത്രം 80% കൊടുക്കുന്നു, ബാക്കി എല്ലാവർക്കും കൂടി 20% കൊടുക്കുന്നു. കോടതി പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ശരിയാകാം, അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് കോടതി അത് റദ്ദാക്കി. സർക്കാർ ഒന്നും മിണ്ടിയുമില്ല. അതിനൊരു നമ്മൾ പോലത്തെ സംഘടനകളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയിട്ട് അത് ചോദ്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചു. ഈ മൗലാന ആസാദ് സ്കോളർഷിപ്പ് നിങ്ങൾ നിലനിർത്തിയല്ലോ, അത് നിങ്ങൾ പുനരാരംഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ഒരു പരിപാടിയില്ല എന്ന് പറഞ്ഞു, ഒരാലോചന പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് നിതാന്തമായി ജാഗരൂകരായിരിക്കേണ്ട ഒരു സമയമാണ്. കാരണം എന്തെല്ലാം അവകാശങ്ങളാണ്, ഇത് അവകാശ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഈ അവകാശങ്ങൾ, നമുക്ക് കിട്ടുന്ന അവകാശങ്ങൾ അത് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഓരോ നയങ്ങളും. നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഏത് രീതിയിലാണ് ഇല്ലാതാക്കേണ്ടത് എന്നൊരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അതിന്റെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ പാർലമെന്റിൽ കൊണ്ടുവരിക, ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ ഈ സർക്കാർ എടുക്കുക, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ നിലനിർത്തുക, പല പല നാമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഓരോ സ്കീമുകളും ഇങ്ങനെ നിർത്തി അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഓരോ നിയമങ്ങളും സ്കീമുകളും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, എക്കാലത്തെക്കാളും ഇന്നാണ് ഐക്യമായിട്ട് നിൽക്കേണ്ട, ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സമയം എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വൈജ്ഞാനിക നവോത്ഥാനത്തിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനമായാലും മുജാഹിദ് പോലത്തെ പ്രസ്ഥാനമായാലും, അന്ന് കെട്ടിപ്പൊക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടുള്ള ഫറൂഖ് കോളേജ് ആയാലും അതേപോലെ തന്നെ സർ സയ്യദ് കോളേജ് ആയാലും അങ്ങനത്തെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയതിന്റെ ഒരു ഇഫക്റ്റും ഒരു റിസൾട്ടുമാണ് നമ്മളെല്ലാവരും, ഓരോരുത്തരും നിങ്ങൾ ഇരിക്കുന്നതും അതേപോലെ ഞാനിവിടെ നിൽക്കുന്നതുമെല്ലാം. അത് മുന്നോട്ട് കൊണ്ടുപോവുകയും അതേപോലെ തന്നെ ഒത്തൊരുമയോടും ഒരുമയോട് കൂടിയിട്ടും മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.